ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ചാലഞ്ച് ആണ്. കുറെ കാലത്തിന് ശേഷമാണ് ഗൈസ് നമ്മളൊരു കേക്ക് ഡെക്കറേറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര ത്രില്ഡാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് 2 റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. 2 റൗണ്ടിലായിട്ട് 6 കേക്കാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും നമുക്ക് തല്ലും ഓരോ കേക്കിന്റെ പിക്ചർ വീതം തരും. അപ്പൊ ആ പിക്ചറിലുള്ള കേക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ മുന്നിലുള്ള കേക്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ആരാണ് ആ പിക്ചറിലുള്ള പോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അവരായിരിക്കും ചാലഞ്ചിലെ വിന്നർ. അപ്പൊ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇപ്രാവശ്യം കുറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു മാഷ്മെല്ലോ വെച്ചിട്ടുള്ള കേക്കാണോ വരുന്നതെന്ന്. 3 വലിയ മാഷ്മെല്ലോ ഒക്കെ അവിടെ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാം. എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാം. പിന്നെ അതെ ഇവിടെ യെല്ലോ കളർ എന്തിനു ശ്രീ പറയാ വലിയ ബീഡ്സ് ഉണ്ട്. പിന്നെ അതെ കളർഫുൾ ആയിട്ടുള്ള ഹാർട്ട്സ് ഉണ്ട്. പിന്നെ പേൾസ് ഉണ്ട്, സ്പ്രിങ്കിൾസ് ഉണ്ട്. പിന്നെ അതേ ഫോണ്ടന്റ് 3-4 കളർ ഉണ്ട് ഫോണ്ടന്റ്. പിന്നെ നമുക്ക് മൾട്ടി കളർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം അതേ മുന്നിൽ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിന്റെ ഡിസൈൻ ആണ് കാക്ക എടുത്ത് വെച്ചത്. പിന്നെ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പുതിയ സ്റ്റുഡിയോന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ സ്റ്റുഡിയോയുടെ ടൂർ ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കുറച്ചും കൂടെ പണികൾ ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ റിവീൽ ചെയ്യുന്നേക്കും. ഞങ്ങൾ അതിന്റെ ഒക്കെ ഒരു ഓട്ടത്തിലാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ റിവീൽ ചെയ്യുക. അപ്പൊ നമ്മളെ പുതിയ വലിയ സ്റ്റുഡിയോന്റെ ടൂറിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പൊ നമ്മളിത് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. പിക്ചർക്കൊക്കെ ബാക്കിൽ എന്താ കുരുക്കാണോ എന്നാണ് എന്റെ ഡൗട്ട്. കളർഫുൾ കേക്ക് നല്ല ഭംഗിയുണ്ട്. ഇത് നോക്കി ഒന്നെടുത്തോ. നല്ല ഭംഗിയുണ്ട് കേക്ക്. ഇതില് പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. യൂണിക്കോൺ കേക്കിന്റെ തീമിലുള്ള കേക്ക് അല്ലേ ഞാൻ പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും ബട്ടർ ക്രീം വെച്ചിട്ടാണ് ഇത് ശരിക്കും ചെയ്യുക. അതാകുമ്പോ നല്ല കറക്റ്റ് ആയിട്ട് നിൽക്കും. നമ്മളെ അടുത്തുള്ള വിപ്പിംഗ് ക്രീം ആണ്. അതിൻ്റെതായിട്ട് ചെറിയ ബട്ടർ ക്രീം കൊണ്ടുവച്ചാലേ ഞങ്ങൾ എന്നാലും ഏറ്റവും കൂടുതൽ സാമ്യം ആരാണ് വരുന്നത് ഒരു കേക്ക്. ഏകദേശം അതിനോട് സാമ്യം വരണം. അതേ പെർഫെക്ഷനിൽ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും പെർഫെക്ഷൻ ആരാണ് ചെയ്യുന്നത് ഡിസൈൻ മാറ്റില്ല സാമ്യം പോകില്ലേ. ഡിസൈൻ മാറ്റി കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും. അല്ല ഞങ്ങള് മാക്സിമം നോക്കി പിങ്കിന്റെ അടുത്ത് പിങ്ക് യെല്ലോ അങ്ങനെ വെച്ചാൽ അപ്പൊ ഏകദേശം സാമ്യം വരും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ശ്രീ വേഴ്സസ് ഷാമി വേഴ്സസ് സഞ്ജു. ഞാൻ പിങ്കും യെല്ലോയും എടുത്തു. ഞാൻ പർപ്പിളും ബ്ലൂയും എടുത്തു. ഞാൻ പർപ്പിളും പിങ്കും എടുത്തു. ആദ്യം തന്നെ കഴിച്ച് നമ്മൾ ഇത് 2 യെല്ലോ ഫ്ലവർ, അതിന്റെ മുകളിലായിട്ട് ഇതേ ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് വരുന്നത്. 2 യെല്ലോ ഫ്ലവർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഫ്ലവർ ഇവിടെയായിട്ട് നമുക്ക് കൊടുക്കാം. ഏത് ഓറഞ്ച് ഫ്ലവർ? ദാടാ അതിന്റെ ഇടയിലുള്ള ഓറഞ്ച്, യെല്ലോന്റെ സൈഡിലില്ലേ ഈ ഓറഞ്ച്. ഞാൻ ഇതെങ്ങനെ വരയ്ക്കുന്ന ആലോചിച്ചിരിക്കുക. ഞാനിത് അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് പിങ്ക് കളർ ഇട്ട് കൊടുക്കുക ഗൈസ്. ഇങ്ങനെ വരച്ച് ഏകദേശം ഒരു പൂ പോലെ റെഡിയാണില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഇനി അടുത്ത യെല്ലോ വെച്ചിട്ട് ജസ്റ്റ് അതേപോലെ തന്നെ നമുക്കൊരു റൗണ്ട് ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട്. കളർ കോമ്പോ രസമുണ്ട്. ഞാനിത് ഇവിടെ ഉള്ള ഈ പർപ്പിൾ കളറിലുള്ള പൂക്കളാട്ടോ ഇവിടെ 3 കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പർപ്പിൾ പൂവിൻ്റെ അടുത്ത് ഈ യെല്ലോ കൊടുക്കാം. അപ്പം ഇതാണ്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇത് നോസിൽ കുറച്ച് വലുതാട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് യെല്ലോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ചാ വേണ്ടത്. ഏകദേശം ഇതുപോലെ ഇല്ലേ ഈ ഒരു ഫ്ലവർ കാണാൻ? അത് ഇതെന്താണ് സംഭവം? ഇത് ശരിക്കും ഒരൊറ്റ പൈപ്പിംഗ് ബാഗിൽ പല കളർ വെച്ച് മിക്സ് ചെയ്യുന്നത്. ഇത് ഞങ്ങളെ കഴിവ് വെച്ചിട്ട് ഈ ഒരു അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ കേക്ക് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഈ ഫ്ലവറിന്റെ ഉള്ളിലായിട്ടേ ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെയാണ് പർപ്പിൾ കോട്ടിങ്ങും പിങ്ക് കോട്ടിങ്ങും വരുന്നത്. ഉണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യണം. അങ്ങനെ ലെയർ ആദ്യം ചെയ്യണം. അതെ, ഉള്ളിലത്തെ ആദ്യം ചെയ്യണോ? അപ്പൊ ഉള്ളിലത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീല കളർ എടുത്തിട്ട് ഇവിടെ ഇല്ല ഫ്ലവർ ഉണ്ടാവുക. അപ്പൊ അതിന് ചെറുതായിട്ട് നമുക്ക് ഈ നീല വെച്ചിട്ട് ഒരു റൗണ്ട് പോലെ കൊടുക്കാം. എന്നിട്ട് ആ നീല കളറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെറുതായിട്ട് ഈ പർപ്പിൾ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇത് എന്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്റേതായിട്ടുള്ള എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പോവാ നമുക്ക്. ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും. അതെനിക്ക് അതാണോ ഇതാണോ എന്ന് മനസ്സിലാവല്ലോ. ഞാൻ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എനിക്ക് മനസ്സിലാവണില്ലേ. ഞാൻ ഏകദേശം ഈ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് കണ്ടോ ഇങ്ങനെ 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 ആയിട്ടുള്ള ഒരു സാധനം. അതാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ കുറച്ച് പണിയാണ്. ട്രൈ ചെയ്തോക്കാം ഗൈസ്.
ഇങ്ങനെ 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 കുഴപ്പമില്ലാണ്ട് കിട്ടി ഗൈസ്. ഇനി ഇതിന്റെ ചുറ്റില് നമുക്ക് പല കളേഴ്സിലുള്ള ഫ്ലവർ വെച്ച് കൊടുക്കാം. ഫ്ലവർ വെക്കുന്ന പിന്നെ എളുപ്പമാണ്. ഇവിടെ പേർപ്പിൾ വെക്കാം, ഇവിടെ പിങ്ക് വെക്കാം. കുറേ യെല്ലോ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. യെല്ലോ ഓറഞ്ച് ഫ്ലവേഴ്സാ കൂടുതൽ വരുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് 2 യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ട്. ഞാനിതാ ഈ ബ്ലൂ കളർ 6 ആക്കി അവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൂ വരയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ പിങ്ക് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. യെല്ലോ ഇട്ടിട്ടുണ്ട്. ഇനി പർപ്പിൾ കളറായിട്ടുള്ളത്, അത് നമുക്ക് ഈ പിങ്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്ന പോലെ പർപ്പിൾ കളർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ തന്നെ ആഡ് ചെയ്യണം. പർപ്പിളിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ആ ബ്ലൂ ആക്കി കൊടുക്കാം. സെൻറ്ററിലും കുറച്ച് ബ്ലൂ ഉണ്ട്. കൂടെ ഈ ബ്ലൂവിൻ്റെ മേലെ കൂടെ ആ പർപ്പിൾ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്നും അങ്ങനെ ബ്ലെൻഡായി നിൽക്കുന്ന പോലെ തോന്നും. ഇത് കണ്ടോ, ഇപ്പം ഞാനിതാ ഈ ഒരു സൈഡാണ് ഇവിടെ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് ഈ തോന്നുന്നു ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ എന്ന്. ഞാനെന്താ ഫസ്റ്റ് വിചാരിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗം ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ ചെയ്തത്. നല്ല രസമുണ്ട്, നല്ലൊരു ഫിനിഷിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നില്ല. വലിയ കുഴപ്പമില്ല, എന്നാലും കളർ ഷെയ്ഡ്സ് ഏകദേശം ഒരേപോലെ വന്നില്ലേ അല്ലേ? അത് കളർ ഷെയ്ഡ് ഏകദേശം ഒരേപോലെ വന്നിട്ടുണ്ട്. ഈ ഫ്ലവർ ചെറുതായിട്ടൊന്ന് പാളി പോയിന്നുള്ളൂ. അത് നമ്മുടെ മേലെ മൊത്തം ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്തായാലും ഒരു ഭംഗി ഉണ്ടാവും. പക്ഷെ ഇന്റേതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ തന്നെ സ്വാധീനിക്കുകയാണ്. ശരിക്കും നല്ല അടിപൊളി പണി കേട്ടോ തന്നെ. ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഞാനിത് രണ്ടാമത്തെ ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. ഇതിൽ ടോട്ടൽ 3 വലിയ ഫ്ലവർ ആട്ടോ കാണുന്നത്. സംഭവം കാണുന്ന അത്രയുള്ള ചുറ്റിനും ഫ്ലവേഴ്സ് ഉണ്ട് ഷമി. അല്ല, അത് മറ്റേ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അല്ലേ, ഇത് വലിയ ഫ്ലവേഴ്സ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഓരോ ഇതിങ്ങനെ ഇടവിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഈ യൂണിക്കോൺ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് തൊടരുത്, ഞാൻ പർപ്പിളിന്റെ അപ്പുറത്ത് ബ്ലൂ ഒന്ന് ഇതേപോലെ കൊടുത്തോക്കട്ടെ കേട്ടോ. അതാണ് കുറച്ചുകൂടെ ഭംഗിയും തോന്നി. തീരുമാനമായി അതിന് ഇത് 2 ഫ്ലവർ 2 രൂപത്തിലാണ് വന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിന്റെ ഇവിടെ എങ്ങനെയാണ്, ഇതിന്റെ മുകളിലാണ് വരുന്നത്. അത് ശരിയല്ലേ? ഞാനിത് അവിടെ രണ്ടാമത്തെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ കളറും പർപ്പിളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിങ്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്തു നോക്കാം. പിന്നെ ഇതിൽ കാണുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ കേട്ടോ, ഉള്ളിലേക്ക് ലൈറ്റ് ഓറഞ്ച്. അപ്പൊ നമുക്ക് ആ ലൈറ്റ് ഓറഞ്ച് പോലെ ഇങ്ങനെ കൊടുക്കാം. ഇത് കിരീടം പോലെ ആയിപ്പോയി ഡ്രാഗൺ കിരീടം. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. ഇത് കണ്ടോ, ഇത് ഈ ഫ്ലവറിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കിരീടം പോലെ പോലെയാണ് അത് ഇരിക്കുന്നത്. പക്ഷെ ഇവള് വരച്ച് വന്നപ്പോ മുൾക്കിരീടം പോലെയാക്കി. അത് ഞാൻ കുറച്ച് ഇങ്ങനെ മുകളിലോട്ടായി പോയി. ഇതിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തല്ലേ? ഒന്നുമില്ല, ഞാനത് ഒഴിവാക്കും. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ചെയ്യാം. ഒരു ഫ്ലവർ എന്താണ് കൊളായി പോയാലും നമുക്ക് അടുത്ത ഫ്ലവറിൽ. പക്ഷെ ആ പർപ്പിൾ ചെയ്ത നമുക്ക് കാണാൻ ഈ സെന്ററിൽ വന്നല്ലോ. സെന്ററിൽ വന്ന രസമുണ്ട്. മുൾക്കിരീടം മാത്രം പ്രശ്നമായി. ഞാനിതാ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു പൂവാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ മുകളിലുള്ള ഈ സംഭവം എനിക്ക് ആക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ ഇതങ്ങനെ കുറെ ഇങ്ങനെ മൊട്ടുകൾ പോലെ ഉണ്ട്. അതൊക്കെ പല കളറിൽ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഗ്യാപ്പ് ഇനി ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ ഈ പൂവാണ് ഇവിടെ ഉള്ളത്, ഇത്രയും വലുത്. ഇനി ഇവിടേക്ക് നമുക്ക് ഇതുപോലെ തന്നെ മൊട്ടുകൾ പോലെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഞാനിത് അവിടെ മേലൊരു പൂ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൂ ഇവിടുന്ന് കണ്ടതാ. ഇതിന്റെ മുകളിൽ ഇതിങ്ങനെ നമുക്ക് സെയിം ഡിസൈൻ ഒരു 3 എണ്ണം ഉണ്ട് തോന്നിട്ടാ. എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ ഒരു പൂ ഞാൻ അതിന്റെ മുകളിൽ കണ്ടില്ല. ഇങ്ങനത്തെ പൂ തന്നെയാണ്, അതിന്റെ നീല കളറാണ് ഇവിടെ കാണുന്നത്. നമുക്ക് മനസ്സിലാവേണ്ട ഗൈസ്. അപ്പൊ ആ പൂ ഞാനിത് അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൂക്കൾ എടുത്ത് ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഡോട്ടുകൾ പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് പിങ്ക് അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത കളർ ഏതാണ് യെല്ലോ എടുക്കുക. എന്നിട്ട് അതിന്റെ സൈഡിലാക്കി കൊടുക്കുക. എല്ലാം നല്ല ലൈറ്റ് കളേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോ നല്ലൊരു ഭംഗി ഉണ്ടാവും, കാണാനൊരു രസമുണ്ട്. എന്റെ ഇവിടെ മുതല്
ഈ ഒരു സൈഡ് ഇത് ഇവിടെ വരെ ഫില്ലായിട്ടോ. ഇനി ഈ ഒരു കുറച്ച് ഭാഗം കൂടി ഫില്ലാവാനുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടോപ്പിൽ ചെയ്താൽ മതി. ബാക്കിയുള്ളത് ഇപ്പൊ കഴിയും ഗൈസ്. ഇത് പെട്ടെന്ന് തന്നെ തീരും. ഇതിന്റെ കേക്ക് ഒരു സൈഡ് ഏകദേശം ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു 2 വലിയ ഫ്ലവറും അതിന്റെ നടുവിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളില്ലേ, അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു വലിയ ഫ്ലവറും എന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട്. ഇതുവരെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. എനിക്ക് എന്താവുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ലയോ? എന്റെ രസമില്ലോ? ഷാമിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓളന്നാണ് ഇതിൽ ഭംഗിയത്. അതുകൊണ്ട് ഷാമിക്ക് നല്ല ഫിനിഷിംഗ് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറയാം. എന്റെ ഫിനിഷിംഗ് തോന്നില്ല. സത്യം പറയട്ടെ ഷാമി, ഇന്റേതും എന്റേതും എനിക്ക് എത്ര ഫിനിഷിംഗ് തോന്നില്ല. ഞാനിത് ഇനി മോളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പർപ്പിൾ ആക്കാം. ഇവിടെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആട്ടോ. പർപ്പിൾ ഒന്ന്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വലിയൊരു പിങ്ക് ഫ്ലവർ വരുന്നുണ്ട്. പിങ്ക് ഒന്ന്, പർപ്പിൾ കുറച്ചും കൂടെ വലുതാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു യെല്ലോ ഫ്ലവർ വരുന്നുണ്ട്. യെല്ലോ ആക്കാം. ഇനി അതിൻ്റെ അടുത്തൊരു പർപ്പിൾ കളർ വരുന്നുണ്ട്. ഇനി അതേപോലെ നമുക്കിവിടെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഫ്ലവർ ഇവിടെ വരഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് കുളയും, പക്ഷെ സാരില്ല. ബാക്കിയുള്ള സ്ഥലത്ത് ഞാനിത് ഈ ഒരു പർപ്പിൾ വിപ്പിംഗ് ക്രീം കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാനുണ്ട്. ഇതിന്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് ടോപ്പിലും ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അതാവുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ടോപ്പിൽ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഈ സൈഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ടോപ്പും കൂടെ പെട്ടെന്ന് കവറായി കിട്ടിക്കോളും. ഏകദേശം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിയാനായി. 5 ഫുള്ളായി. ഞാൻ മേലൊക്കെ ഫില്ല് ചെയ്ത് ഗൈസ്. 2 ഇങ്ങനെ വലിയ പൂക്കളായിരുന്നു, അത് ഞാൻ വരച്ച്. പിന്നെ മേലത്തെ ഭാഗം നമുക്ക് നല്ല കാണുന്നില്ല. അപ്പൊ കാണുന്ന വെച്ചിട്ട് ഞാൻ പല കളേഴ്സിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡ് ഈ സൈഡ് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തില്ലേതാ. ഇത്ര പെട്ടെന്ന് ഞാനിത് ടോപ്പിലുള്ള ആ ഒരു ഫ്ലവർ മാക്സിമം നല്ലപോലെ വരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കളർ മിക്സ് ആയി വരുന്നോണ്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താണെങ്കിലും ആ വലിയ ഫ്ലവർ ഇതിങ്ങനെ മൾട്ടി കളർഡ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിത് ഇതിന്റെ സൈഡ്സ് ഏകദേശം ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡ് ഏകദേശം ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ടോപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് ടോപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ടോപ്പത്തെ ഡിസൈൻ അധികം മര്യാദയ്ക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കാം, പക്ഷെ ഭംഗി ഉണ്ടായാൽ മതി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരതും നല്ല രീതിയിൽ എല്ലാരും കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാരും പറയുന്നത് അവരവരെ കേക്കാണ് നല്ലത് കേട്ടോ. ചെയ്ത് മൂന്നും ഒരേപോലെ ഉണ്ട് കാണാൻ. വ്യത്യാസം ഒന്നും കണ്ടുപിടിക്കാൻ തോന്നില്ല. ഇന്റെ കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കളേഴ്സും ഉണ്ട്. ഇന്ന കളർ പ്രത്യേകം ഒന്നും ഇല്ല. ടോപ്പിൽ ഞാൻ ഫുള്ള് സിക്സാക്ക് ആയിട്ട് ഇടയിൽ യെല്ലോ ഫ്ലവേഴ്സും പിന്നെ ഓറഞ്ച് ഫ്ലവേഴ്സും എല്ലാം കൂടി ആയിട്ടാണ് ടോപ്പ് ഞാൻ ചെയ്തെടുത്തത്. പിന്നെ ചുറ്റിനും ഇടയ്ക്ക് വലിയ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്ത് അതിന്റെ ഇടയിൽ ഇതില് 3 വലിയ ഫ്ലവേഴ്സ് ആട്ടോ വരുന്നത്. അങ്ങനെ ഇടയിൽ വലിയ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്ത് അതിന്റെ ഇടയിലായിട്ട് പിങ്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും പെർപ്പിൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും പിന്നെ ഓറഞ്ചും യെല്ലോയും എല്ലാ ഫ്ലവേഴ്സും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ ഒറ്റയ്ക്കുള്ള ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഫ്ലവർ ഒക്കെയാണ് കേട്ടോ. ഈ ഒറ്റയ്ക്കുള്ള ഫ്ലവർ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞാൻ ചുറ്റും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സല്ലു തന്ന പിക്ചറിലുള്ള പോലെയുള്ള കേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അടുത്തത് എന്റെ കേക്കാണ്. ഞാനിത് ഫസ്റ്റ് തന്നെ വലിയൊരു ഫ്ലവർ കൊടുത്തത്. ഈ കാണുന്ന ഫ്ലവർ ഇല്ല, അതാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തത്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ 3 ഫ്ലവർ ആണ് വരുന്നത്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് ഒന്ന് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലത്തെ ഫ്ലവേഴ്സ് അല്ല, പക്ഷെ ഇതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത്. പിന്നെ എൻ്റെ കൂടുതലായിട്ടും യെല്ലോയും ഓറഞ്ചും കളറായിട്ടുള്ളത്. പിന്നെ ബാക്കി ഫില്ല് ചെയ്ത് ഏകദേശം എൻ്റെ ഒരു ഇമാജിനേഷനിലാണ് ഞാൻ ഈ മുകളിലത്തെ ഭാഗം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഗൈസ് എൻ്റെ ഈ ഒരു കേക്ക്. എന്റെ കേക്ക് ഞാനിത് ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ശരിക്കും 3 പൂ ഉണ്ടായിരുന്നു, അത് ഞാൻ 2 വരച്ചുള്ളൂ, മറ്റേ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ അതിന്റെ ചുറ്റിലും കുറെ ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ചെയ്തു കൊടുത്ത്. അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് എന്റെ കേക്ക് ഉള്ളത്. ഇതിന് തീരുമാനം എടുക്കേണ്ട സല്ലുവാണ് ഗൈസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് കേക്കിനാ സാമ്യം തോന്നാന്നുള്ള സല്ലു തന്നെ പറയണം. ഏതാ സല്ലു? പാടുപെടും ഗൈസ്, നല്ലോണം പാടുപെടും. എനിക്കൊന്നും തോന്നില്ല.
എല്ലാവർക്കും ഫസ്റ്റ് ഇത് ഞാൻ നിങ്ങൾക്ക് തന്നത് ഞാൻ വിചാരിച്ചാലും കുറച്ച് ടഫായി പോയി. ഞാൻ വിചാരിച്ച വിപ്പിംഗ് ക്രീം മാത്രല്ലേ അപ്പൊ എളുപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ കുറച്ച് ടഫായി പോയി. ഡിസൈൻസ് ഭയങ്കര ഹെവിയാണ്. ഇപ്പൊ ആരും ഞാൻ തന്ന പിക്ചറിന്റെ അത്രക്ക് പെർഫെക്ഷനിലൊന്നും ആർക്കും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ മൂന്നാളും ചെയ്തത് ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വ്യൂവേഴ്സ് ഡിസൈഡ് ചെയ്യട്ടെ. നിങ്ങൾ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പിക്ചറിനോട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ 3 കേക്കിൽ ഏതാണോ സാമ്യം തോന്നുന്നത് അവരായിരിക്കും ഈ ചലഞ്ചിൽ നല്ല പണി കിട്ടില്ലേ. അപ്പൊ എന്തായാലും കമന്റ് ചെയ്തോളാം. ഇത് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ. നമ്മളെ സ്റ്റുഡിയോത്തെ ഫസ്റ്റ് കേക്ക് 3 കേക്ക്, 1 കേക്കും അല്ല. ഇത് ചോക്ലേറ്റാ, ചോക്ലേറ്റ് ഫ്ലേവർ ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ട് തരേ. ഇത് കണ്ടോ ഗൈസ്, ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. നിങ്ങളും കഴിച്ചു. നല്ല സണ്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇത്തവണ നമ്മുടെ മുന്നിലുള്ളത് ടോൾ കേക്ക് ആണ് കേട്ടോ. ഒരു ചെറിയ ടോൾ കേക്ക് ആണ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇനി അടുത്ത ഡെക്കറേഷൻ പരിപാടി ചെയ്യേണ്ടത്. ഇനി അടുത്ത ഡിസൈൻ എന്താ വരുന്നത് നോക്കാം ഗൈസ്. പോലെ തന്നെ നല്ല അടിപൊളി പടിയാണ് ഗൈസ്. ഇത് പല കളർ മിക്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഈ കേക്കിന്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ആ ക്രീം കളർ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ഇത്രയും മാഷ്മെല്ലോ മോൾഡ് ഫുള്ള് മാഷ്മെല്ലോ ആണ്. ഇത് മാഷ്മെല്ലോ ആണ്. പിന്നെ ഇവിടെ കുറെ ബീഡ്സ് വരുന്നുണ്ട്. പിങ്ക്, യെല്ലോ, ലൈറ്റ് ഗ്രീന്, ബ്ലൂ. ഇതിന്റെ മുകളിലൊക്കെ ബീഡ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഗൈസ് ഇത് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെങ്കിലും നല്ല ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടെ ടോൾ കേക്ക് ആയതുകൊണ്ട് ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ രസം ഉണ്ടാവും കേട്ടോ. പക്ഷെ നല്ല രസം ഉണ്ടാവും ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ബ്ലൂ കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ പിങ്ക് കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും മാഷ്മെല്ലോ ഇല്ലേ? അത് മാഷ്മെല്ലോ ഓരോ പാക്കറ്റ് വീതം ഓരോരുത്തർ എടുക്കുക. എനിക്കുള്ള മാഷ്മെല്ലോ 2 ടൈപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. വാട്ടർമെലണും പിന്നെ ട്വിസ്റ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോ. ഇത് നമുക്ക് ഈ ട്വിസ്റ്റ് ഊരിയിട്ട് വേണമെങ്കിൽ റെയിൻബോ ആക്കി വെക്കാം. വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ടുള്ള കട്ട് ചെയ്ത് വെക്കാം. അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം. അത് വിപ്പിംഗ് ക്രീമോട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് വിപ്പിംഗ് ക്രീം കൊണ്ട് ഈ ഒരു പോർഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഐഡിയ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സാധനം എങ്ങനെ വരുത്താൻ പറ്റുമോ അങ്ങനെ നമ്മൾ ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ പിങ്കിലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിങ്ക് വെച്ചിട്ട് ഞാനിത് എങ്ങനെ വരച്ചു കൊടുക്കാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ബ്ലൂ കളർ ഈ അടിയിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങനെ നമുക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഞാൻ ബ്ലൂ ആണ് ഗൈസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഈ ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ കൊളായി പോയത് ഇങ്ങനെ ആക്കിയെടുത്ത് കഴിച്ചു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു പേസ്റ്റ് പോലെ നല്ല ഫിനിഷിങ്ങിലൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അപ്പോഴത്തേക്കിനത് രണ്ടാമത്തെ കളർ ഇതിൽ ഗ്രീൻ ആണ് വരുന്നത്. ആ ഗ്രീന് വിപ്പിംഗ് ക്രീം നമുക്ക് ഇങ്ങനെ ബ്ലൂവിന്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിലുള്ള ഫസ്റ്റ് ഇതിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ഒരു ബ്ലൂ വിപ്പിംഗ് ക്രീം ആണ്. പിന്നെ അതിന്റെ മുകളിൽ ഗ്രീന് വരുന്നുണ്ട്. ആ ഗ്രീനാണ് നമ്മൾ ഇത് ഇവിടെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് നമുക്ക് താഴേക്കും കൂടെ അങ്ങനെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് നൈഫ് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ പിങ്ക് ആട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ യെല്ലോ കൊടുക്കണം. യെല്ലോ ഇതുവരെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ ഒരു ഗ്രീൻ കൊടുക്കണം. ഇതിൻ്റെ താഴോട്ട് നമുക്ക് ബ്ലൂവും കൊടുക്കാം. നല്ല അതേപോലെ തന്നെ ഫിനിഷിംഗ് ഉണ്ടല്ലേ. ഞാൻ ആദ്യം ഈ ബ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഗ്രീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ. ചിലപ്പോ 2 കളറും കൂടി ഒന്നിച്ച് മിക്സ് ആയി പോകണ്ടെന്ന് വെച്ചിട്ടാ ഞാനത് നോക്കാതെ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഇതേ നൈഫ് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചു നോക്കാം. ഇതും ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2 കളറും കൂടി ബ്ലെൻഡ് ആയി പോകും. അതാ പ്രശ്നം. അത് പ്രശ്നം. ഇത് നോക്ക്, ഇവിടെ നല്ല ബ്ലെൻഡ് ആയി വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള എക്സസ് വിപ്പിംഗ് ക്രീം നമുക്ക് ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് മുകളിൽ ജസ്റ്റ് ഒന്ന് പിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നീറ്റായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ താഴെ ഇത് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം കേട്ടോ. ഗൈസ്, ഞാനിത് ഈ ബ്ലൂവും ഗ്രീനും ഒരുവിധം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കളർ യെല്ലോ ആണ്. അത് ഞാൻ ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പിങ്ക് വരുന്ന രീതിയിൽ ബാക്കി ഭാഗത്തേക്ക് യെല്ലോ ബ്ലെൻഡ് ചെയ്യാം.
ഇത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പണിയല്ല കേട്ടോ ഈ ബ്ലെൻഡ് ചെയ്തെടുക്കല്. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അതിനങ്ങനത്തെ ഒരു സാധനല്ലേ ഇങ്ങനെ സ്ക്രൈപ്പർ പോലത്തെ അങ്ങനത്തെ തന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റും. ഇതിപ്പോ നമുക്ക് അതൊന്നും ഇല്ല. അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. എനിക്ക് എത്ര നോക്കിയിട്ട് ഇത് നടക്കുന്നില്ല, നല്ല നീറ്റില് കിട്ടുന്നില്ല. ഞാനിത് ആ പിങ്ക് ഷെയ്ഡും കൂടി അടുത്തതും കൂടി ചെയ്യാൻ പോവാണ് കേട്ടോ. അതും കൂടി നമുക്ക് ചെയ്ത് ഏകദേശം ഒരു ലെവലാക്കിയിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ ഫൈനാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. ഇതിന്റെ തൊട്ട് മുകളിൽ ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നീറ്റാക്കി എടുക്കാണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഈ ഗ്രീൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബ്ലെൻഡ് ആവുന്നുണ്ട്, പക്ഷെ ബ്ലൂ നന്നായിട്ട് കിട്ടുന്നില്ല. അത് നല്ല ലൂസായിട്ടുണ്ട്. ഞങ്ങളെ ബ്ലെൻഡിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇത് നല്ല മെനക്കെട്ട പണിയാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ആയിട്ട് കുറച്ച് വെള്ളകൾ കാണുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ കോൺഫിഡൻസ് കൂടിയിട്ട് തുടക്കത്തിൽ തന്നെ നല്ല കനത്തിൽ വിപ്പിംഗ് ക്രീം അങ്ങോട്ട് കൊടുത്തിട്ട് അവസാനം വിപ്പിംഗ് ക്രീം ഫുള്ള് ഞാനതിപ്പോ എടുത്ത് കളയേണ്ട അവസ്ഥയായി. അതിനോട് ചെറുതായിട്ട് ലേറ്റ് ആയിപ്പോയി ഗൈസ്. ഞാനിതാ കുറച്ച് പിങ്ക് സ്പ്രിങ്കിൾസ് ഇങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ബ്ലൂ കളറിലാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണ്ടത്. അപ്പൊ ഗ്രീനിലേക്ക് അധികം പോവാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതേ ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ പോർഷനിൽ ചെറുതായിട്ട് നമുക്ക് പിങ്ക് ഇത് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടെയും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ കാണും, ഇതുണ്ടല്ലേ, ഈ പിക്ചർ നോക്കിയാൽ കാണും ഇതിന്റെ കേർവ് ഇല്ല എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷനിലൊക്കെ പിങ്ക് കളർ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടോപ്പിലും പിങ്ക് ഒക്കെ ബ്ലെൻഡ് ആയിട്ടേക്കും വരുന്നത്. റെയിൻബോ കേക്ക് അല്ലേ, അപ്പൊ ഇവിടെ പിങ്ക്, ഉള്ളിൽ യെല്ലോ, ഗ്രീന്, ബ്ലൂ, അങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇല്ലാത്ത പണി ഓരോന്ന് വാങ്ങി തരുന്നത് മൊത്തത്തിൽ പിങ്ക് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇവിടെ ഈ ഒരു സാധനം വെച്ചിട്ട് ഫില്ല് ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പിങ്ക് ജസ്റ്റ് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്, പക്ഷെ ആ ചുറ്റിലുള്ള മാഷ്മെല്ലയും അതിന്റെ ഉള്ളിൽ ഫില്ലിങ് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പോണില്ല. അപ്പൊ നമുക്ക് ആ മേലുള്ള പോലെ ആക്കി എടുത്താൽ മതി. ഞാൻ എന്തായാലും ഇത് ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ പോകും. എനിക്ക് നല്ല ഭംഗി തോന്നുന്നു. ഇത് നല്ല രസമല്ല ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ. ശ്രീക്ക് ഇങ്ങനെ കേക്കിൽ ഇങ്ങനെ കുറെ പണിയെടുത്തിരിക്കും, അതുകൊണ്ട് ഓട് ഇവിടെ പിങ്ക് കൊടുക്കും, ഇവിടെ യെല്ലോ കൊടുക്കും, ഇവിടെ ഗ്രീൻ കൊടുക്കും, ഇവിടെ ബ്ലൂ കൊടുക്കും കേട്ടോ. ഞാനിത് പർപ്പിൾ കളർ ആ ബീഡ്സ് ഉണ്ടാക്കി എടുക്കാണ് കേട്ടോ. ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഈ പർപ്പിൾ കളറിലുള്ള ബീഡ്സ് ആണുള്ളത്. അപ്പൊ അതിന്റെ കളർ നമ്മളെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പർപ്പിൾ ഫോണ്ടന്റ് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതാ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല സൈസിലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് ചുറ്റിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് അതിന്റെ മേലെ ഭാഗത്തേക്കുള്ള ആ മാഷ്മെല്ലോസ് വെക്കാനാണ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസം ഇങ്ങനെ റെയിൻബോയിൽ കാണാനല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും വേറെ ഏതെങ്കിലും ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ തമ്മിൽ കോമ്പറ്റീഷൻ ഒക്കെ ആണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കളർ ഇതുവരെ മിക്സ് ചെയ്ത് ട്രൈ ചെയ്തില്ല. പക്ഷെ ഒരു തവണ ഇനി ഇങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഈ പേർപ്പിൾ കളർ ബീഡ്സ് ഇതേ വെച്ച് തുടങ്ങിട്ടോ. ഇതേ ഫ്രണ്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സിലും കൂടി വെച്ച് കൊടുക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർസ് വെക്കാനുണ്ട്, പിന്നെ സ്പ്രിങ്കിൾസ് ഇടാനുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഞാനിത് ടോപ്പിലും കൂടെ ഇങ്ങനെ കളർ ചെറുതായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ കാണൂല, എന്നാലും ഉള്ളിൽ കൂടെ കണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ ഇന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഏകദേശം കഴിഞ്ഞ് ഈ പോർഷനും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ്കിൾസ് വെക്കാൻ തുടങ്ങാം. നമുക്ക് ഇതാ കിട്ടിയിട്ടുള്ള ഈ നീളത്തിലുള്ള മാഷ്മെല്ലോ നമുക്ക് ഇവിടെ ഇതാ റെയിൻബോസ് ഉണ്ട് കേട്ടോ കുറെ. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു റെയിൻബോ പോലെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് അങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. ഗൈസ് ഞാൻ അപ്പോഴത്തേക്കിനും ഇതേ നമ്മളെ കേക്കിന്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഇങ്ങനെ വെതറി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അടിയിൽ ഫുള്ള് ഇത് ഇങ്ങനത്തെ ഡെക്കറേഷൻ അല്ലേ ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ യെല്ലോ സ്പ്രിങ്കിൾസ് നമുക്ക് കേക്കിന്റെ മുകളിൽ ഫുള്ള് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇത് ഞാൻ ഇത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് തിന്നാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു റെയിൻബോ പോലെ ആവും ഗൈസ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓരോരോ സൈഡിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് പണി തീരും. ഞാനിത് ഈ കേക്കിന്റെ ടോപ്പ് ഇങ്ങനെ ഫുള്ള് പിങ്ക് കളറാട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത്. അതാകുമ്പോ നമുക്ക് ഈ സൈഡിൽ വരുന്ന സമയത്ത് ആ ഒരു പിങ്ക് കളറേ കാണുള്ളൂ. അപ്പൊ ഞാൻ മോളിൽ ഫുള്ള് പിങ്ക് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. സ്പ്രിങ്കിൾസിന് ശേഷം നമുക്ക് ഈ യെല്ലോ ബീഡ്സ് ഇങ്ങനെ അവിടെ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൽ ഈ ഗ്രീൻ സ്പ്രിങ്കിൾസും പിങ്ക് സ്പ്രിങ്കിൾസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതും ഇങ്ങനെ മിക്സ് ആയിട്ട് നമുക്ക് എറിഞ്ഞു കൊടുത്താൽ അതിന് ഒരു റെയിൻബോ എഫക്റ്റ് ഉണ്ടാവും.
ബീഡ്സ് വെച്ചിട്ടുണ്ട്, യെല്ലോ ബീഡ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ യെല്ലോ കളർ സ്പ്രിങ്കിൾസും ഇട്ടിട്ടുണ്ട്. ഇനി പിങ്കും കൂടെ വന്നാലേ ഇത് കളർഫുൾ ആവുള്ളൂ. അപ്പൊ ഞാൻ പിങ്കും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ ഇടയിൽ ഉണ്ടല്ലോ അത് വന്നപ്പോ നല്ല രസമുണ്ട്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഹാർട്സും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഞാനിത് ആ മാഷ്മെല്ലോ വെച്ചിട്ട് മൊത്തം റെയിൻബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ആ ബ്ലൂ കളറിലുള്ള ഫോണ്ടന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുഞ്ഞു കുഞ്ഞു ഹാർട്സും മേഘവും ആക്കിയിട്ട് വെച്ചുകൊടുക്കാൻ പോകട്ടോ. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് മേഘങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നമുക്ക് ടോപ്പിൽ വെക്കാനും കുറച്ച് ബ്ലൂ കളറിലുള്ള സംഭവങ്ങൾ വേണം. അത് ഞാൻ ഉണ്ടാക്കി എടുക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഈ ഹാർട്സ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റാർ ആണ് ആ പിക്ചറിലുള്ളത്, പക്ഷെ നമ്മുടെ സ്റ്റാർ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ആണ് ഇവിടെ ഉള്ളത്. സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹാർട്സ് വെച്ചിട്ട് ആ ഒരു പോർഷൻ ഫില്ല് ചെയ്യുക. പക്ഷെ ഇതിന്റെ താഴെ മൊത്തം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഗൈസ്, കണ്ടോ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ നിറച്ചു ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഞാനിത് അവിടെ ഫോണ്ടന്റോട് ഒരു ഹാർട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു മേഘം ഉണ്ടാക്കാം കേട്ടോ. അതിന്റെ മുന്നിൽ നമുക്ക് വെച്ച് നോക്കി എങ്ങനെയുണ്ട്. ഹാർട്ട് എവിടെ ഉള്ളത്? അതിലുണ്ട്, നല്ല രസമല്ലേ കാണാന്. ഇനി ഇതേപോലെ തന്നെ ബ്ലൂ കളറിൽ നമുക്ക് മേഘം ഉണ്ടാക്കി എടുക്കണം. ഇതാ കുറച്ച് ഫോണ്ടന്റ് എടുക്കുക, എന്നിട്ട് കോൺഫ്ലവറിൽ മുക്കിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യട്ടോ. അല്ലെങ്കിൽ ഫോണ്ടന്റ് ഇങ്ങനെ മെൽറ്റ് ആയി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവറിൽ മുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ലൈറ്റായി. ഇനി നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ മേഘം ഉണ്ടാവും എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കുക. ഞാൻ മാഷ്മെല്ലോ വെച്ചിട്ട് ഇവിടെ റെയിൻബോ വെക്കാണ്. പല പല സൈസിലാട്ടോ വെച്ചത്. ഇത് കുഞ്ഞാണ്, ഇത് വലുതാണ്, പിന്നെ ഇത് ഇവിടെ മീഡിയം ലെവല്, ഇവിടെ എന്തോ ഒരു പ്രത്യേക സൈസിലുള്ളത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് അവിടെ അവിടെ വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ കുറച്ചിങ്ങനെ വലിച്ച് നീട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം മാഷ്മെല്ലോ ഇല്ല. ഞാനിത് ഈ മാഷ്മെല്ലോന്റെ റെയിൻബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് വലിച്ചു നീട്ടിയിട്ട് ഒന്ന് പിരിച്ചെടുത്താൽ ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ഈ പോർഷനിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനി പല പല സൈസിലായിട്ട് നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കൊടുക്കട്ടോ. ഈ സംഭവം ഈ കേക്കിലേക്ക് ഭയങ്കര മാച്ച് ആയി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. വന്നപ്പോ തന്നെ ആ ഫുൾ വൈബ് വന്ന പോലെ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ പിരിക്കുക, എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കുഞ്ഞ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള റെയിൻബോ ആയി വരും. ഇനി നമുക്കിത് ഇവിടെ കൊടുക്കാം. ഇനി കേക്കിന്റെ ടോപ്പിൽ ഇത് അതിൽ കണ്ടോ, ഇവിടെ മാഷ്മെല്ലോ വെച്ചിട്ട് ഒരു സംഭവമാണ് ഉള്ളത്. നമുക്ക് അതിന് പകരം വാട്ടർമെലന്റെ മാഷ്മെല്ലോ ആട്ടോ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കാം. ആ പിങ്കിന്റെ കൂടെ വരുമ്പോ രസമുണ്ട് കാണാൻ. ലൈറ്റ് ഗ്രീനും ഈ കേക്കിലുണ്ട്, ലൈറ്റ് പിങ്കും ഈ കേക്കിലുണ്ട്. അതിനോട് ഭയങ്കര രസമുണ്ട് അത് കാണാൻ. ഇത് നമുക്ക് ഇങ്ങനെ ചുറ്റിൽ ഇങ്ങനെ വെച്ചെടുക്കാം. ഫുള്ള് വെച്ചുകൊടുക്കാം. ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഞാൻ വിചാരിച്ചു ഇവിടെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മാഷ്മെല്ലോ ഇങ്ങനെ വെതർ ഇടാന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവില്ലേ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഫോണ്ടന്റ് കൊണ്ട് അതേപോലെ തന്നെ വൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. വെറൈറ്റി ആയല്ലോ. ഇത് കണ്ടോ, പിക്ചറിൽ കണ്ടോ, ഒരു വൈറ്റ് കളർ യൂണിക്കോൺ, പെർപ്പിൾ ആ ഒരു കൊമ്പായിട്ട്, പിന്നെ ഇവിടെ ഒരു കുറച്ച് മുടി ഉണ്ട് കേട്ടോ അതിന് പെർപ്പിൾ കളറിൽ, അതും വെച്ചുകൊടുക്കാം. ഏകദേശം ഒരു യൂണിക്കോൺ പോലെ ഇല്ലേ ഇത് കാണാൻ? നോക്കുന്നുണ്ട്, ഏകദേശം ഒരു ഷേപ്പ് ഉണ്ട് ഇങ്ങനെ. കൊള്ളാം. ഇനി നമുക്ക് 2-3 യൂണിക്കോണിന് ഉണ്ടാക്കിയിട്ട് അത് വെച്ചു കൊടുക്കാം. ഞാനിതാ ഫോണ്ടന്റ് വെച്ചിട്ട് ഈ മേലെ വെക്കാനുള്ള സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും മാഷ്മെല്ലോ ആണ്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യാനുള്ള കേട്ടോ. പക്ഷെ ഞാനിത് അവിടെ ഫോണ്ടന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചുറ്റിലും വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ്, ഇതിന്റെ കേക്കിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇത് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിപ്പോ ഫോണ്ടന്റ് ആണ് കേട്ടോ. ആ ഫോണ്ടന്റ് പിരിച്ച് നമ്മുടെ കേക്കിന്റെ ടോപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും ആ പിക്ചറിലുള്ളത് മാഷ്മെല്ലോ ആണ്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഫോണ്ടന്റ് ഇങ്ങനെ പിരിച്ചിട്ട് ഏകദേശം ഇതേപോലെ തോന്നിക്കുന്ന രീതിയിൽ ഞാൻ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ കേക്കിന്റെ ലാസ്റ്റ് പണിയാണ് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ 2 കളറിൽ ഫോണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു പീസസ് പോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാല് ഇത് കണ്ടോ, നമ്മൾ ഈ കേക്കിന്റെ മുകളില് ഇവിടെ കുറച്ചിങ്ങനെ മാഷ്മെല്ലോസ് പോലെ ഉണ്ട്, അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ബ്ലൂവും പർപ്പിളും ആട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനും അതേപോലെ തന്നെ കുറച്ച് ബ്ലൂ കളർ ബോൾസ് എടുത്തിട്ടുണ്ട്, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോണ്ടന്റ് വെച്ചിട്ട്. അത് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ചുറ്റിലും നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസും ഹാർട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിത് സെന്റർ ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാഷ്മെല്ലോസ് ചുറ്റിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഇവിടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ആ സ്പ്രിങ്കിൾസ് ഇടുമ്പോൾ അതൊന്ന് കുറച്ച് ബൗൺസ് ചെയ്ത് നിന്നോളൂ കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഈ ഒരു പിങ്ക് കളറും ഉണ്ടാവും.
അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഈ കളർഫുൾ ഈ ഹാർട്ടിന്റെ സ്പ്രിങ്കിൾസ് ഇല്ലേ, അത് നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ കറക്റ്റ് ആ പിക്ചറിലെ പോലെ തന്നെ ഉണ്ടാവും. ഞാനിത് ഇനി ടോപ്പിൽ കുറച്ച് ഹാർട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണേ. കുറച്ച് ഹാർട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ സ്പ്രിങ്കിൾസ് ഇടാം. ഇനി പിങ്ക് കളർ സ്പ്രിങ്കിൾസ് ഇടാം. കുറച്ച് യെല്ലോ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഓ എന്ത് ഭംഗിയാ കാണാനല്ലേ. ഇനി വൈറ്റ് കളർ ബീഡ്സ് ഇടാം. എടാ എന്ത് രസാ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാനിതാ പിങ്കും വൈറ്റും മാത്രം സ്പ്രിങ്കിൾസും ഷുഗർ ബോൾസും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ആ ബ്ലൂവും പെർപ്പിളും പിങ്കും വൈറ്റും മാത്രമായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കേക്ക് ഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം എടുത്ത് ശരിക്കും ഞങ്ങൾ ഈ സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല രസം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയാ, കറക്റ്റ് ഒരു റെയിൻബോ തീമിലുള്ള ഒരു കേക്കാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. ഞങ്ങൾ ഇതിൽ ഭയങ്കര കോൺഫിഡന്റ്. അതെ, ഇങ്ങനെയാണ് നമ്മുടെ ഒറിജിനൽ കേക്ക് ഉള്ളത്. ഏകദേശം അതേപോലെ കാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ നോക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൽ കുറേ ബീഡ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൂ കളറിൽ മെയിൻ ആയിട്ട് ബീഡ്സും സ്പ്രിങ്കിൾസും നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ബീഡ്സും സ്പ്രിങ്കിൾസും ഒക്കെ ഞാനിത് ഏറ്റവും താഴത്തെ ലെയറിൽ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. യെല്ലോ ബീഡ്സ് ഉണ്ട്, പർപ്പിൾ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഫോണ്ടന്റ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ കളർ മുതലാണ് റെയിൻബോസ് ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ഇത് ഇവിടെ മാഷ്മെലോസ് വെച്ചിട്ടുള്ള റെയിൻബോസ് നമ്മൾ മൊത്തത്തിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടോപ്പിൽ ഇങ്ങനെ 4 കളറായിട്ടോ വരുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിൽ വരുന്ന പിങ്ക് കളറാണ്. അതിന്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ മേഘം തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ ഒറിജിനൽ പിക്ചറിൽ കാണുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഫോണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ മേഘം ഈ ഒരു കേക്കിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഹമ്പൊക്കെ ആയി അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കുറെ സ്പ്രിങ്കിൾസ് ഇങ്ങനെ വെതറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ റെയിൻബോ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. ഇത് ഫസ്റ്റ് അതേപോലെ തന്നെ ആദ്യം ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഗ്രീൻ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഡ്സ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ കുറേ സ്പ്രിങ്കിൾസും ബീഡ്സും ബോൾസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള പോലെ റെയിൻബോ വെച്ചിട്ടുണ്ട്, ഹാർട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് യൂണിക്കോണിനെ വെച്ചിട്ടുണ്ട്, പിന്നെ മേഘങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് കിട്ടിയ മാഷ്മെല്ലോ ആണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ സാധനത്തിനായിട്ട് തന്നിട്ടുള്ളത്. പിന്നെ ഇത് ടോപ്പിൽ മൊത്തം ഞാൻ സ്പ്രിങ്കിൾസും ബോൾസും ബീഡ്സും പിന്നെ ബ്ലൂ കളർ ഫോണ്ടന്റൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിന്റെ കേക്ക് ഇത് എങ്ങനെയാണുള്ളത്, ഞാൻ ആദ്യം തന്നെ 4 ഷെയ്ഡിലും വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ആ ബ്ലൂ ഷെയ്ഡിലേക്ക് നമുക്ക് കുറേ സ്പ്രിങ്കിൾസും പിന്നെ ഫോണ്ടന്റ് വെച്ചിട്ട് പർപ്പിൾ കളറിലുള്ള ബോൾസും യെല്ലോ ബോൾസും അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇവിടെ മിക്സ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രീനും യെല്ലോയും പിങ്കിലേക്കും വരുന്നത് കുറേ റെയിൻബോസ് ആയിരുന്നു. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാഷ്മെല്ലോ വെച്ചിട്ട് ഞാൻ മൊത്തം ഫില്ല് ചെയ്തെടുത്ത് സൈഡിൽ 2 മേഘവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് വരുന്നത് ഒരു വൈറ്റ് കളറിൽ ഫോണ്ടന്റ് പോലെ വെച്ചിട്ടായിരുന്നു. അത് നമ്മൾ ഇതാ മൊത്തം വൈറ്റ് ഫോണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് പോലെ ആക്കിയിട്ട് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ബ്ലൂവും പെർപ്പിളും പിങ്കും യെല്ലോയും സ്പ്രിങ്കിൾസും ഫോണ്ടന്റും ആയിട്ട് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ കേക്ക് ഉള്ളത്. അപ്പൊ ഈ റൗണ്ടിൽ വിന്നേഴ്സിന് സല്ലൂന് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ 3 പേരും അടിപൊളിയായിട്ട് ഞങ്ങൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. അതിനോട് ഒരു തീരുമാനിക്കാൻ എന്തായാലും പറ്റില്ല. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റൗണ്ട് ചെയ്യാനാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഈ റൗണ്ടിലെ വിന്നേഴ്സിന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും സാമ്യം തോന്നുന്ന കേക്ക് ആരുടേതാണെന്നുള്ള നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഇനി ഗൈസ് നമുക്കൊരു കേക്ക് കട്ട് ചെയ്തിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ മാഷ്മെല്ലോ ഉള്ള ഭാഗം തന്നെ എടുക്കാം. ഇത് ചോക്ലേറ്റ് അല്ല, ഇത് വാനില ഫ്ലേവറാ. ഇത് വേറെ ഫ്ലേവർ ആണ് ഗൈസ്. കണ്ടോ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shavya, this is Sanjita. signing off.